നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബാർ മുതലാളിമാരുടെ തോളത്ത് കൈയിട്ട് നടന്നത് ആരാണ്? CPMന്റെ പാർട്ടി ഫണ്ടിലേക്കും നേതാക്കന്മാരുടെ പോക്കറ്റുകളിലേക്കും കള്ള് കച്ചവടക്കാരുടെ എത്ര കോടികൾ ഒഴുകിയെത്തി? മുഖ്യമന്ത്രി VD സതീശന്റെ മേശപ്പുറത്ത് ഒരു ഫയൽ എത്തിയിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് തോന്നിയ പോലെ ബാറുകൾ അനുവദിച്ചു കൊടുത്തതിന്റെ കണക്ക്, മാനദണ്ഡങ്ങൾ പാലിക്കാതെ ബാറുകൾക്ക് പച്ചക്കൊടി വീശിയതിന്റെ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയ ഈ ഫയലിൽ നടപടിക്ക് സർക്കാർ തുനിഞ്ഞാൽ പിണറായി കൂട്ടത്തിന് പണി പാളും. എന്നാൽ ഈ നേരം വരെ ആ ഫയലൊന്ന് തുറന്നു നോക്കാൻ, അനക്കി നോക്കാൻ പോലും VD സതീശൻ തയ്യാറായിട്ടില്ല. സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് പ്രഖ്യാപിച്ചത് വിവാദമാക്കി പിണറായിയും കൂട്ടരും രംഗത്ത് വന്നപ്പോൾ ഭരണപക്ഷം അതിനെ പ്രതിരോധിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച ബാറുകളുടെ എണ്ണം ചൂണ്ടിക്കാണിച്ചായിരുന്നു. സർക്കാർ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തെ സഭയിൽ അടിച്ചിരുത്തുകയായിരുന്നു. എന്നിട്ടും CPMന്റെ നെഞ്ചത്തിട്ട് പൊട്ടിക്കാൻ വജ്രായുധം തന്നെ CAG മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിച്ചിട്ടും എന്തുകൊണ്ട് അതിലൊരു നടപടിക്ക് VD സതീശൻ തയ്യാറാകുന്നില്ല എന്ന ചോദ്യം ശക്തമാകുന്നു. CAG റിപ്പോർട്ടിൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് UDFൽ ഇപ്പോൾ ആവശ്യം മുറുകുന്നുണ്ട്. പിണറായിയോട് മുഖ്യമന്ത്രി മൃദു സമീപനം കാണിക്കുന്നു എന്ന ആരോപണം പാർട്ടിയിൽ ഉയരുന്നത് സതീശനെ പ്രതിസന്ധിയിലാക്കുന്നു. ചെന്നിത്തലയായിരുന്നുവെങ്കിൽ എപ്പോഴേ CAG റിപ്പോർട്ടിൽ നടപടി സ്വീകരിച്ചേനെ എന്ന് ഒരു കൂട്ടർ തുറന്നടിക്കുന്നു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ അന്നത്തെ പിണറായി സർക്കാരിനെതിരെ നിരവധി അഴിമതി ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവന്ന നേതാവാണ് ചെന്നിത്തല. പിണറായിയെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് ചെന്നിത്തല. ബ്രൂവറിയും സ്പ്രിംഗ്ലർ തുടങ്ങി സർക്കാരിനെ വെള്ളം കുടിപ്പിച്ച എത്രയെത്ര തട്ടിപ്പുകൾ വലിച്ചു പുറത്തിട്ടത് ചെന്നിത്തലയായിരുന്നു. പക്ഷേ അന്നൊന്നും ചെന്നിത്തലയ്ക്കൊപ്പം UDFന്റെ മറ്റ് നേതാക്കൾ നിലകൊള്ളാൻ തയ്യാറായില്ല. ആ ആരോപണങ്ങളിൽ വലിയ വിവാദത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ സമരം പ്രഖ്യാപിക്കാനോ ഒന്നും തന്നെ അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഈ UDFകാർ തയ്യാറായിരുന്നില്ല. അന്ന് ഒറ്റയ്ക്കായിരുന്നു ഇതിനെല്ലാം ചെന്നിത്തല നേരിട്ടത്. പിണറായിയെ ഒറ്റയ്ക്ക് നേരിട്ട ഒരു നേതാവെന്ന് ചെന്നിത്തലയെക്കുറിച്ച് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ കൂട്ടത്തിലുള്ളവർ പറയുന്നത് ചെന്നിത്തല മുഖ്യമന്ത്രി കൂടി ആയിരുന്നെങ്കിൽ പിണറായിക്കെതിരെ കടുത്ത നടപടികൾ എടുക്കുമായിരുന്നു എന്ന്. പിണറായി മറുപടി പറയണമെന്ന് പച്ചയ്ക്ക് പലതവണ, അതായത് പല വിവാദങ്ങൾ വരുമ്പോൾ നേരിട്ട് വിരൽ ചൂണ്ടി പറഞ്ഞിട്ടുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല. കൂടാതെ ബാറുകൾക്ക് അനുമതി നൽകുന്നതിൽ പിണറായി സർക്കാർ ചട്ടങ്ങളും നിയമങ്ങളും പൊളിച്ചെഴുതുന്നുവെന്ന് നിരന്തരം വാദിച്ചത് ചെന്നിത്തലയായിരുന്നു. തങ്ങൾ അധികാരത്തിൽ വന്നാൽ നടപടി ഉണ്ടാകുമെന്ന് ചെന്നിത്തല പല ആവർത്തി തുറന്നടിച്ചിട്ടുണ്ട്. സർക്കാർ നടത്തിയ ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് CAG പുറത്തുവിട്ടിട്ടും സതീശന് കുലുക്കമില്ല എന്നാണ് ഇപ്പോൾ പരിഹാസം ഉയരുന്നത്. അന്വേഷണം വേണമെന്ന് കടുപ്പിച്ചാണ് ചെന്നിത്തല നിൽക്കുന്നതെന്നും സൂചന. രണ്ടാം പിണറായി സർക്കാർ നിയമം മറികടന്ന് 147 ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകിയതായിട്ടാണ് CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതേസമയം പുതിയ സർക്കാരിന്റെ മദ്യനയം അടക്കം രൂപവൽക്കരിക്കാനിരിക്കെ മുൻ സർക്കാർ നിയമവിരുദ്ധമായി നൽകിയ ബാർ ലൈസൻസുകൾ റദ്ദാക്കാൻ പുതിയ സർക്കാർ തയ്യാറായിട്ടില്ല. നിയമം മറികടന്ന് നിലവാരമില്ലാത്ത ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് നൽകിയ ഇടത് സർക്കാർ നടപടിക്കെതിരെ സുപ്രീം കോടതി അഭിഭാഷകൻ രാധാകൃഷ്ണൻ രവീന്ദ്രൻ നായർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഫയലിൽ സ്വീകരിച്ചു. കേസിൽ CBI, ED എന്നീ അന്വേഷണ ഏജൻസികളെ കക്ഷി ചേർത്തിട്ടുണ്ട്. കേന്ദ്ര ടൂറിസം വകുപ്പാണ് ഹോട്ടലുകൾക്ക് സ്റ്റാർ ലൈസൻസ് നൽകുന്നത്. കേന്ദ്ര വിദേശ മദ്യ നിയമം 13/3 പ്രകാരം സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമേ ബാർ തുടങ്ങാനുള്ള അനുമതിയുള്ളൂ. ഈ നിയമം മറികടന്നുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ 2022 മുതൽ തോന്നും വിധം അനുമതി നൽകിയതെന്നാണ് CAGയുടെ കണ്ടെത്തൽ. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് സ്റ്റാർ ഹോട്ടൽ ലൈസൻസിനായി അപേക്ഷ സമർപ്പിച്ചു എന്ന ഒറ്റ കാരണത്തെ മറയാക്കിയാണ് സംസ്ഥാന സർക്കാർ ബാർ ലൈസൻസ് അനുവദിച്ചത് എന്നാണ് സൂചന. ഹോട്ടലുകളുടെ ഗുണനിലവാരം നിശ്ചയിക്കാൻ എത്തുന്നതായി കാട്ടി നിരവധി തവണ കേന്ദ്ര ടൂറിസം വകുപ്പ് അധികൃതർ ഹോട്ടൽ ഉടമകൾക്ക് കത്തയച്ചുവെങ്കിലും അപ്പോഴെല്ലാം അസൗകര്യം ചൂണ്ടിക്കാട്ടി തടയിടാനാണ് ഹോട്ടൽ ഉടമകൾ ശ്രമിച്ചത്. സംഭവത്തിന് പിന്നിൽ കോടികളുടെ അഴിമതി നടന്നുവെന്ന ആരോപണവും ഉയർന്നിരുന്നു. സ്റ്റാർ പദവി ഇല്ലാത്ത ഹോട്ടലുകൾക്ക് ബാർ ലൈസൻസ് അനുവദിക്കരുത് എന്ന് കാട്ടി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. എന്നിട്ടും നടപടിയെടുക്കാൻ ഇടത് സർക്കാർ ശ്രമിച്ചില്ല. UDF സർക്കാർ അധികാരമേറ്റപ്പോൾ തന്നെ അനധികൃത ബാർ ലൈസൻസ് സംബന്ധിച്ച വിവരം ലഭിച്ചതാണ്. ഇക്കാര്യത്തിൽ നടപടി വേണമെന്ന നിലപാടുകാരനാണ് എക്സൈസ് മന്ത്രി. എന്നാൽ
പാർട്ടിയുടെയും മുന്നണിയുടെയും തീരുമാനത്തിനായി കാത്തുനിൽക്കുകയാണ് എം ലിജു. നേരത്തെ ഹോട്ടലുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഇല്ലാതെ ബാർ ലൈസൻസ് പുതുക്കി നൽകിയത് നിയമത്തിന് പഴുതുപയോഗിച്ചാണ്. ക്ലാസിഫിക്കേഷന് വേണ്ടി കേന്ദ്രത്തിൽ അപേക്ഷിച്ചിട്ടുണ്ട് എന്ന കാരണം പറഞ്ഞാണ് പല ബാറുകൾക്കും ലൈസൻസ് പുതുക്കി നൽകിയതും. 4 വർഷത്തോളമായി ക്ലാസിഫിക്കേഷൻ ഇല്ലാത്ത ബാറുകൾക്ക് പോലും സർക്കാർ അനുമതി നൽകിയിരുന്നു. സർക്കാരിന്റെ മദ്യനയം അനുസരിച്ച് 3 സ്റ്റാറോ അതിന് മുകളിലോ ക്ലാസിഫിക്കേഷനുള്ള ഹോട്ടലുകൾക്ക് മാത്രമേ ബാർ ലൈസൻസ് നൽകാൻ പാടുള്ളൂ. ഇതിനിടെ പല ബാർ ഹോട്ടലുകളും ക്ലാസിഫിക്കേഷൻ പുതുക്കാനുള്ള പരിശോധനയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന് കാണിച്ച് കേന്ദ്ര ടൂറിസം മന്ത്രാലയം ജോയിന്റ് ഡയറക്ടർ നേരത്തെ കത്തയച്ചിരുന്നു. 5 വർഷത്തിലൊരിക്കലാണ് സ്റ്റാർ ക്ലാസിഫിക്കേഷൻ പുതുക്കുന്നത്. ഓൺലൈനിൽ അപേക്ഷിക്കുമ്പോൾ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതി ഹോട്ടലിൽ പരിശോധന നടത്തി തീരുമാനമെടുക്കും. പരിശോധനയ്ക്ക് തീയതി നിശ്ചയിക്കുമ്പോൾ ഹോട്ടൽ ഉടമകൾ സമയം നീട്ടാൻ ആവശ്യപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. ഇത്തരത്തിൽ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ലഭിക്കാത്തവർക്കാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബാർ ലൈസൻസ് അനുവദിക്കുകയോ പുതുക്കി നൽകുകയോ ചെയ്തത്. ഇക്കാര്യത്തിൽ പുതിയ സർക്കാരും കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. നിലപാട് കർശനമാക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇങ്ങനെ തോന്നിയപടി ബാറുകൾക്ക് അനുമതി കൊടുത്ത പിണറായി സർക്കാരാണ് ഇന്നിപ്പോൾ UDF കേരളത്തിൽ മദ്യമൊഴുക്കുന്നേ എന്ന് വാവിട്ട് നിലവിളിക്കുന്നത്. ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇവിടുത്തെ ചെറുപ്പക്കാരെ മദ്യത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിന് എതിരായി ഞങ്ങൾ സമരം പ്രഖ്യാപിക്കും എന്നൊക്കെ ഇപ്പോൾ വലിയ ഗീർവാണമാണ് CPMകാർ അടിക്കുന്നത്. അവരുടെ കാലത്ത് എന്തായിരുന്നു അവസ്ഥയെന്ന് കൂടി നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിണറായി കാലത്ത് ബാർ മുതലാളിമാർക്ക് ചാകരയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് 2.5 മാസത്തിനുള്ളിൽ LDF സർക്കാർ സംസ്ഥാനത്ത് 22 പുതിയ ബാറുകൾ അനുവദിച്ചു എന്നുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ജനുവരിയിൽ 9ഉം ഫെബ്രുവരിയിൽ 3ഉം മാർച്ചിൽ 10ഉം ബാറുകൾക്കായിരുന്നു ലൈസൻസ് നൽകിയത്. അതായത് പോണ പോക്കിൽ എല്ലാത്തിനും ലൈസൻസ് കൊടുത്തിട്ടാണ് പോയത്. 3.0 ഉണ്ടാകും എന്നുള്ള വലിയ മനക്കോട്ട കെട്ടുകയായിരുന്നു. തിരിച്ചു വന്നാൽ ബാർ മുതലാളിമാരുടെ കോടികൾ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്നുള്ള മനക്കോട്ടയായിരുന്നു. പക്ഷേ ഇടിവെട്ടിയതുപോലെ ജനങ്ങൾ തൂത്തുവാരി മൂലക്കിരുത്തി. ബാറുകളുടെ പ്രവൃത്തി സമയം 1 മണിക്കൂർ ദീർഘിപ്പിച്ച് ഫെബ്രുവരിയിലെടുത്ത തീരുമാനവും ഇതിന് പുറമെയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ബാർ ഉടമകൾക്ക് അനുകൂലമായി LDF സർക്കാരിന്റെ അതിവേഗ ഫയൽ നീക്കം അന്വേഷിക്കാൻ UDF സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരങ്ങൾ. ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ എത്രയും പെട്ടെന്ന് അന്വേഷണം പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യമാണ് UDFൽ തന്നെ ഉയരുന്നത്. പ്രവൃത്തി സമയം രാത്രി 11 നിന്ന് 12 വരെ നീട്ടിയ നടപടി ബാർ ജീവനക്കാരുടെ പരാതിയെ തുടർന്ന് പുനഃപരിശോധിക്കാനും ആലോചനയുണ്ട്. ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 29 ബാറുകളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. കഴിഞ്ഞ മാസം അവസാനം വരെയുള്ള കണക്കനുസരിച്ച് ബാറുകളുടെ എണ്ണം 903 ആയിട്ടുണ്ട്. ബിവറേജസ് ഷോപ്പുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനയ്ക്ക് മുതിരാത്ത സർക്കാർ സാമ്പത്തിക നേട്ടം ലക്ഷ്യമിട്ട് ബാറുകളെ പ്രോത്സാഹിപ്പിച്ചു എന്നാണ് കടുത്ത ആരോപണം. ഇപ്പോൾ ബാർ ലൈസൻസ് ഉള്ളവയിൽ 512 എണ്ണം 3 സ്റ്റാർ ഹോട്ടലുകളാണ്. ഇതിനു പുറമെ 308 4 സ്റ്റാർ ഹോട്ടലുകൾക്കും 57 5 സ്റ്റാർ ഹോട്ടലുകൾക്കും 26 ഹെറിറ്റേജ് ഹോട്ടലുകൾക്കും ബാർ ലൈസൻസ് ഉണ്ട്. ബാർ മുതലാളിമാരെ സുഖിപ്പിക്കുന്ന നിലപാടായിരുന്നു 10 വർഷക്കാലത്ത് പിണറായിയും സ്വീകരിച്ചത്. മദ്യവർജനം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരായിരുന്നു പിന്നീട് ബാറുകൾക്കും ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്കും കണ്ടമാനം അനുമതി കൊടുത്തത്. അതിന്റെ പരിണിത ഫലം കേരളത്തിൽ മദ്യപ്പുഴ ഒഴുകി എന്ന് വേണം പറയാൻ. ഈ സർക്കാരിന്റെ കാലത്തെങ്കിലും അതിലൊരു മാറ്റം ഉണ്ടാകുമോ എന്നാണ് കേരളത്തിലെ സ്ത്രീകളും മറ്റ് സംഘടനകളുമൊക്കെ ഇങ്ങനെ കാത്തുകെട്ടി നോക്കിയിരിക്കുന്നത്. അപ്പോഴാണ് ഇടുത്തി വെട്ടുന്നത് പോലെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ നികുതി ഇളവുമായി പുതിയ സർക്കാർ വന്നിരിക്കുന്നത്. പക്ഷേ ഈ പദ്ധതി പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതാണ്. അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഇളവ് നൽകുന്നത്, നികുതി ഇളവ് നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയതാണ്. ബെക്കാഡി കമ്പനി പിണറായി സർക്കാരിന്റെ കാലത്ത് 3 കത്തുകളായിരുന്നു അന്ന് സർക്കാരിന് അയച്ചത്. എന്നിട്ട് അതിൽ എന്തെല്ലാം വെട്ടിപ്പും തട്ടിപ്പുമായിരുന്നു നടത്തിയത്. വലിയ ക്രമക്കേടുകൾ അവിടെയും നടന്നു. വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് വിൽക്കാൻ ബെക്കാഡി കമ്പനിയുടെ ആവശ്യപ്രകാരം ചട്ടം ഭേദഗതി ചെയ്തതിന്റെ പ്രധാന ഉദ്ദേശം പഴം കർഷകരെ സഹായിക്കാനായിരുന്നു എന്നൊക്കെ അന്നത്തെ എക്സൈസ് മന്ത്രിയായിരുന്ന ഇപ്പോൾ CPMന്റെ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ വാദിച്ചത്. അത് തെറ്റായിരുന്നു എന്ന് കൃത്യമായി പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതായത് ബെക്കാഡി കമ്പനിക്ക് അവരുടെ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള VD സതീശൻ സർക്കാരിൻ്റെ നീക്കത്തെ
ഞങ്ങൾ വലിച്ചെറിയുന്നു, ആ ഒരു തീരുമാനം ഇവിടെ മദ്യപ്പുഴ ഒഴുക്കാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CPMകാർ വലിയ പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്ന ഘട്ടത്തിലായിരുന്നു പിണറായി സർക്കാരിൻ്റെ കാലത്ത് ബെക്കാഡിക്ക് വേണ്ടി ഇളവ് അനുവദിക്കാൻ നടത്തിയ നീക്കങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നത്. ബെക്കാഡി കമ്പനിക്ക് GS അടിച്ചിട്ടായിരുന്നു ഗോവിന്ദൻ്റെ ചില്ലടിയൊക്കെ. എന്നിട്ട് ഗോവിന്ദൻ പറഞ്ഞത് എന്താണ്? പഴം കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ. ഇവരെല്ലാവരും മദ്യ നയത്തിൻ്റെ കാര്യത്തിൽ U-ടേൺ അടിച്ച ആൾക്കാർ തന്നെയാണ്. ഇടതും വലതും ഒക്കെ U-ടേൺ അടിയുടെ കാര്യത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് മദ്യനയത്തിൽ. അന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ പറഞ്ഞ തള്ളുകൾ കൂടി നമ്മൾ ഒന്നുകൂടി പരിശോധിക്കണം. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന നിലയിൽ പഴങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുക എന്ന കാഴ്ചപ്പാടാണ് LDF സർക്കാർ നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്നും ഇടത് സർക്കാരിൻ്റെ ഇടപെടൽ കൃഷിക്കാരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു എന്നായിരുന്നു വിവാദം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. എന്നാൽ തെളിവുൾപ്പെടെ പുറത്തു വന്നപ്പോൾ കേരളത്തിന് ബോധ്യപ്പെട്ട കാര്യം എന്താണ്? 2022-23 മദ്യനയം പ്രഖ്യാപിച്ചിറക്കിയ ഉത്തരവിൽ രണ്ടും രണ്ടായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരവിൽ 23-ാം പോയിന്റായി കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിന് ധാന്യങ്ങൾ ഒഴികെയുള്ള തനത് കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യവും വൈനും ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. 25-ാം നമ്പറിലാണ് ഉദയഭാനു കമ്മീഷന്റെ ശുപാർശയിൽ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കണമെന്ന ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനത്തിനായുള്ള കരട് ചട്ടം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് നൽകിയത് എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദനായിരുന്നു. ചട്ടം രൂപീകരിക്കേണ്ട സാഹചര്യം വിശദീകരിച്ച് കമ്മിറ്റിക്ക് നൽകിയ കുറിപ്പിൽ ഒരിടത്തു പോലും പഴങ്ങളിൽ നിന്ന് മദ്യം നിർമ്മിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. 2022-23 മദ്യനയത്തിൽ 20% വരെ വീര്യം കുറഞ്ഞ മദ്യം വിപണനം നടത്തുന്നതിന് അനുമതി നൽകാൻ തീരുമാനം എടുത്തിരിക്കുന്നുവെന്നാണ് കുറിപ്പിൽ പറഞ്ഞിരുന്നത്. അതിന്റെ ഭാഗമായി 0.5% മുതൽ 20% വരെ വീര്യമുള്ള മദ്യം വിൽപ്പന നടത്താൻ അനുമതി നൽകുന്നതിന് വിദേശ മദ്യ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള കരട് ചട്ടം പരിഗണിക്കുമെന്നാണ് കുറിപ്പിൽ MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. 42.86% വീര്യമുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനൊപ്പം 20% വീര്യമുള്ള മദ്യം ലഭ്യമാക്കിയാൽ വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാൻ സാധിക്കുമെന്ന് സർക്കാർ കരുതുന്നുവെന്നും അന്ന് ഈ കുറിപ്പിൽ MV ഗോവിന്ദൻ തട്ടിവിട്ടത്. വീര്യം കുറഞ്ഞ ബ്രീസറും പ്ലസും വിൽക്കുന്നതിന് ആവശ്യമായ ചട്ട ഭേദഗതി വേണമെന്ന് ബെക്കാഡി കമ്പനി ആവശ്യപ്പെടുന്നത് 2017-ലാണ്. എക്സൈസ് മന്ത്രിയായിരുന്ന TP രാമകൃഷ്ണനും പിന്നീട് MV ഗോവിന്ദനുമാണ് കമ്പനിക്ക് കത്ത് നൽകിയത്. ഇത് പരിഗണിച്ചാണ് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ ആവശ്യമായ ചട്ട ഭേദഗതി നടത്തിയതെന്നാണ് സർക്കാർ രേഖകളിൽ പറഞ്ഞത്. ബെക്കാഡിയുടെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പനയ്ക്കും പഴങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വീര്യം കുറഞ്ഞ വൈനിന്റെ വിൽപ്പനയ്ക്കും 2 തരത്തിലാണ് ഭേദഗതി നിർദ്ദേശിച്ചിരുന്നത്. ഇക്കാര്യം 2010 ഓഗസ്റ്റ് 29-ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ G രാധാകൃഷ്ണപിള്ള നികുതി വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 2018 ഡിസംബർ 7-ന് സർക്കാർ നൽകിയ കത്ത് വീര്യം കുറഞ്ഞ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ വിൽപ്പന ചട്ടത്തിൽ ഉൾപ്പെടുത്താനാണെന്ന് ഈ കത്തിൽ വ്യക്തമാക്കുന്നു. 2019 ഒക്ടോബർ 26-ന് നൽകിയ കത്ത് പ്രകാരമാണ് പഴവർഗ്ഗങ്ങളിൽ നിന്ന് വൈനിന്റെ കാര്യം പറയുന്നത്. ആദ്യ ചട്ട ഭേദഗതിക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല എന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പഴവർഗ്ഗങ്ങളിൽ നിന്നും ധാന്യവർഗ്ഗങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യവും വൈനും ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകി 2010 ഒക്ടോബർ 26-നാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ചക്ക, കശുമാങ്ങ എന്നിവയിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ കേരളത്തിൽ ലഭ്യമാണെന്നും ചെറുകിട വൈൻ നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ അബ്കാരി ചട്ടത്തിൽ അനുയോജ്യമായ ഭേദഗതി ആവശ്യമാണെന്നും സർക്കാർ നയപരമായ തീരുമാനം കൈക്കൊള്ളണമെന്നും എക്സൈസ് കമ്മീഷണർ 2015, 16, 17 വർഷങ്ങളിൽ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. തുടർന്ന് 2017 ഓഗസ്റ്റ് 16-ന് എക്സൈസ് മന്ത്രിയും കൃഷി മന്ത്രിയും ഉൾപ്പെടെ ഉന്നതതല യോഗം ചേർന്നാണ് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കൃഷി വകുപ്പിനോട് ആവശ്യപ്പെട്ടത്. കേരള കാർഷിക സർവകലാശാല, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്നീ സ്ഥാപനങ്ങളുടെ വിവിധ പഠന റിപ്പോർട്ടുകളും പരിശോധിച്ചിരുന്നു. കേരള കാർഷിക സർവകലാശാല ഗവേഷണ വിഭാഗം മേധാവിയുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ചക്ക, മാങ്ങ, കശുമാങ്ങ, വാഴപ്പഴം എന്നിവയിൽ നിന്നും മറ്റ് ധാന്യവർഗ്ഗങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം, വൈൻ എന്നിവ ഉൽപ്പാദിപ്പിക്കാൻ യൂണിറ്റുകൾക്ക് അബ്കാരി നിയമപ്രകാരം അനുമതി നൽകാനും
ഇത്തരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യം വിപണനം ചെയ്യാൻ ബന്ധപ്പെട്ട അബ്കാരി ചട്ടം ഭേദഗതി വരുത്താനും അനുമതി നൽകാനും ഉത്തരവിറക്കിയത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സ്പിരിറ്റിൽ പഴവർഗ്ഗങ്ങളുടെ രുചി ചേർത്ത് 10% മുതൽ 20% വരെ വീര്യമുള്ള മദ്യം നിർമ്മിച്ച് വിതരണം ചെയ്യാൻ SDF ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന കമ്പനി അപേക്ഷ നൽകിയിരുന്നെങ്കിലും അത് സർക്കാർ അംഗീകരിച്ചിരുന്നില്ല. അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാൻ പിണറായി സർക്കാരിന്റെ കാലം മുതൽ തന്നെ നീക്കങ്ങൾ തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. ആ സർക്കാർ അതിനുവേണ്ടി ബെക്കാഡി കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ മാറ്റി എഴുതാൻ വരെ തയ്യാറായവരാണ് പിണറായി സർക്കാർ. അവരായിരുന്നു VD സതീശൻ സർക്കാർ കേരളത്തിൽ മദ്യപ്പുഴ ഒഴുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാൻ തുനിഞ്ഞത്. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ഈ മദ്യനയത്തിന്റെ കാര്യത്തിൽ ഇടതും വലതും ഒക്കെ കണക്കാണ്. പെട്ടിയിൽ 4 കാശ് വീഴുന്ന വകുപ്പായതുകൊണ്ട് തന്നെ ഇതിൽ എത്രയൊക്കെ വെള്ളം ചേർക്കാമോ അത്രയൊക്കെ വെള്ളം ചേർത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്നെയാണ് ഇരു കൂട്ടരുടെയും തീരുമാനം. അതിലൊരു വ്യത്യാസവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ലോട്ടറിയും മദ്യവും ഒക്കെയാണല്ലോ നമ്മുടെ ഖജനാവ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരു കൂട്ടരും ഈ വിഷയത്തിൽ U-ടേൺ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ VD സതീശന് മുൻപിലെത്തിയിരിക്കുന്ന വിഷയം CAG റിപ്പോർട്ടിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചട്ടവും നിയമവും ഒക്കെ കാറ്റിൽ പറത്തി ബാർ ഉടമകൾക്ക് ബാറുകൾ തുടങ്ങുന്നതിന് അനുമതി കൊടുത്തതിൽ എന്തുകൊണ്ടൊരു അന്വേഷണത്തിന് പിണറായിക്കെതിരെ ഒരു അന്വേഷണത്തിന് തയ്യാറാകുന്നില്ല? ഇതിന്റെ മറവിൽ വലിയ അഴിമതികൾ നടന്നിട്ടുണ്ടെന്ന് CAG തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ ഫയലിന്മേൽ അടയിരിക്കുകയാണ് VD സതീശൻ ചെയ്യുന്നത്. പലപ്പോഴും VD സതീശൻ പിണറായിയോട് മൃദു സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത്. എന്തെങ്കിലും ഡീലിന്റെ ഭാഗമാണോ എന്ന് ജനം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും CAGയുടെ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടും അത് അനക്കാതെ വെച്ചിരിക്കുന്ന VD സതീശനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.